മൂന്നാറിലെ മാട്ടുപ്പെട്ടി ഡാമിന് തൊട്ടടുത്തായിട്ടുള്ള ഓട്ടുവേ ഹിൽസ് റിസോർട്ടിലായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ചത്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്റ്റോറീസ് ബൈ ഹർഷ നിതിൻ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ മൂന്നാർ ഫാമിലി ട്രിപ്പിന്റെ ഫൈനൽ പാർട്ടാണ്. ഇതിനു മുൻപും 2 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോയും കാണുക. പിന്നെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി മൂന്നാറിലേക്കുള്ള യാത്രകളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഒന്ന് ട്രാഫിക് ബ്ലോക്കും, രണ്ടാമത്തേത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊക്കെയുള്ള ഒരു തിരക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാറിലേക്ക് പലതവണ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരും പലതവണ യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്കറിയാവുന്ന മൂന്നാറിലെ തിരക്ക് കുറഞ്ഞ റൂട്ടുകളും തിരക്ക് കുറഞ്ഞ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഒക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക. കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ട്രാവൽ സ്റ്റോറീസ് 2K25 എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത മൂന്നാർ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ടൈം വേസ്റ്റും അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രാവിലെ ഉറങ്ങി എണീറ്റ ഉടൻ തന്നെ മൂന്നാറിലെ തണുപ്പെല്ലാം കൊണ്ട് മാട്ടുപ്പെട്ടി ഡാമിന് സൈഡിലൂടെ ഒരു മോർണിംഗ് വാക്കിന് പോവാമെന്ന് തീരുമാനിച്ചു. റിസോർട്ടിന്റെ കോമ്പൗണ്ടിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ബോട്ടിങ്ങിനുള്ള ഏരിയ ആണ്. ബോട്ടിങ്ങിന്റെയൊക്കെ സമയം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശാന്തമായി കിടക്കുകയാണ് മാട്ടുപ്പെട്ടി ഡാം. ഒരു 9 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബോട്ടിങ്ങിനുള്ള തിരക്കായിരിക്കും. ദച്ചു രാവിലെ തന്നെ എണീറ്റ് ഞങ്ങളുടെ കൂടെ മോർണിംഗ് വാക്കിന് റെഡിയായി വന്നു. തണുപ്പായതുകൊണ്ട് തന്നെ ചിച്ച നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ മൂന്നാറിലെ സോളാർ ബോട്ടിംഗ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് സോളാർ ബോട്ടിംഗ് ഉള്ളത്. ഈ നിൽക്കുന്നതാണ് മറീന സോളാർ ക്രൂസർ. മൂന്നാറിലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോളാർ പവേർഡ് ബോട്ടിംഗ് എല്ലാം തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. എന്തായാലും നല്ലൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണിത്. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബോട്ടിംഗ് വൈകിട്ട് 5 മണി വരെയൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം എക്കോ പോയിന്റ് എല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ ബോട്ടിങ്ങിന്റെ ടൈം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തൊട്ടപ്പുറത്തായി കാണുന്ന കൗബോയ് പാർക്കിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. ഡാമിനോട് ചേർന്നുള്ള മരങ്ങളിൽ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. പലതരത്തിലുള്ള കിളികളുടെ ശബ്ദങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. പിന്നെ എന്തൊക്കെയോ റിനോവേഷൻ വർക്കുകളും ഈ റിസോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ടിലൂടെ നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. പിന്നെ എല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റിസോർട്ടിന്റെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ നിൽക്കുമ്പോൾ ഡാമിന്റെയും ടീ പ്ലാന്റേഷന്റെയും ഒക്കെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഭക്ഷണം കഴിച്ച് ചെക്കൗട്ടും ചെയ്ത് നേരെ എലിഫന്റ് സഫാരി ചെയ്യാൻ പോവാനായിരുന്നു പ്ലാൻ.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പൂരിയൊക്കെ ആയിരുന്നു. ഭക്ഷണം കഴിച്ച് ലഗേജ് എല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എലിഫന്റ് സഫാരിക്കായി കാർമേളഗിരി എലിഫന്റ് പാർക്കിലേക്കായിരുന്നു പോയത്. ആനപ്പുറത്ത് കയറാനുള്ള ആവേശത്തിലായിരുന്നു ചിച്ച. പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് കാട്ടിനുള്ളിലൂടെ ആന സഫാരി നടത്താൻ 800 രൂപയോളമാണ് വരുന്നത്. പിടിയാനകളെയാണ് സഫാരി നടത്താനായി ഇവിടെ ഉപയോഗിക്കുന്നത്. ചങ്ങലയിലൊന്നും ഇടാതെ ഫ്രീ ആയിട്ട് തന്നെയാണ് അവരെ കൊണ്ട് നടക്കുന്നത്. 2-3 സഫാരിയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവരെ കൊണ്ട് ആനക്കോട്ടയിൽ നിർത്തുകയും ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്തരം പരിപാടികളോട് എനിക്ക് അത്ര യോജിപ്പില്ല. പിന്നെ അവിടുന്ന് നേരെ റിപ്പിൾ ടീയുടെ ഒരു സ്റ്റോറിൽ കയറി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ 3 ഫ്ലേവറുകൾ വാങ്ങി. പിന്നെ നേരെ മൂന്നാർ ടൗണിലൂടെ മറയൂർ റൂട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ട് കണ്ടു. പിന്നെ കുറച്ച് സമയം അവിടെ നിർത്തി കാഴ്ചകളെല്ലാം കണ്ടു നിന്നു. ശരിക്കും സിനിമകളിലൊക്കെ കാണുന്ന ഒരു മൂവി ലൊക്കേഷൻ പോലെയുണ്ട്. അതുപോലെ മറ്റൊരു സ്ഥലത്തും വണ്ടി നിർത്തി കാഴ്ചകൾ പകർത്തിയെടുത്തു. പിന്നെ നേരെ പോയത് ലക്കം വാട്ടർഫോൾസിലേക്കാണ്. മൂന്നാറിൽ നിന്നും മറയൂരിലേക്കുള്ള റോഡിന് സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ ലക്കം വാട്ടർഫോൾസ് ഉള്ളത്. ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്നും തുടങ്ങുന്ന ഒരു അരുവിയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഈ അരുവി നേരെ പോയി ചേരുന്നത് പാമ്പാർ റിവറിലേക്കാണ്. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ വാട്ടർഫോൾസ്. അവർ നടത്തുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻ്റാണിത്. കുറഞ്ഞ റേറ്റിൽ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ₹50 ഒരാൾക്ക് എൻട്രി ടിക്കറ്റായി വരുന്നത്. വാട്ടർഫോൾസിന് സൈഡിലൂടെയുള്ള ട്രെക്കിങ്ങുകളും ഇവർ നടത്തുന്നുണ്ട്. നല്ല വൃത്തിയോടെ തന്നെ ഇവിടെയെല്ലാം സംരക്ഷിച്ചിട്ടുമുണ്ട്. വാട്ടർഫോൾസിൽ ഇറങ്ങി കുളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്.
ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു വാട്ടർഫോൾസിനടുത്തല്ല. പക്ഷെ വൃത്തിയോടെ തന്നെ ആ പരിസരം എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ വാച്ച് ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഗാർഡും ഇവിടെ എപ്പോഴും ഉണ്ടാവും. വെള്ളച്ചാട്ടത്തിനടുത്തെല്ലാം ആഴം കുറഞ്ഞ ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇറങ്ങി കുളിക്കാൻ നല്ല സൗകര്യമാണ്. നല്ല തണുപ്പുള്ള തെളിഞ്ഞ വെള്ളമായിരുന്നു. ചിച്ചയെ വെള്ളത്തിലിറക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഈ ലക്കം വാട്ടർഫോൾസിൽ എത്തിയത്. ചെറിയ ഒഴുക്കുണ്ടായിരുന്നെങ്കിലും ചിച്ചയ്ക്ക് ഇറങ്ങി കളിക്കാൻ പറ്റിയ ചെറിയ ആഴം കുറഞ്ഞ ഭാഗങ്ങളും ഈ അരുവിയിലുണ്ടായിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണിത്. എല്ലാവർക്കും ഇതിലൊന്ന് ഇറങ്ങി നനയണമെന്നുണ്ടായിരുന്നു. പക്ഷെ കുളിക്കാനുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നില്ല ഞങ്ങൾ വന്നിരുന്നത്. അപ്പോൾ ലക്കം വാട്ടർഫോൾസിൽ ഞങ്ങൾ ചിലവിട്ട സമയങ്ങളിലെ ചില കാഴ്ചകൾ കാണാം. അങ്ങനെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചത്. ഇങ്ങോട്ടേക്ക് വന്ന അതേ റൂട്ടിൽ തന്നെ തിരിച്ച് പാലക്കാട്ടേക്കും യാത്രയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.